നാരായണ നാരായണ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ശ്രീ ഹനുമാൻ സ്വാമി സമേതനായ ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ശ്രീ ഗുരുവായൂരപ്പ. ഓം ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമ സീത ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. മുന്നിലും പിന്നിലും രാമ നമിപ്പൂ ഭക്തനായി ഞാൻ. കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. ഞാൻ തന്നെയെല്ലാം ഇപ്പാരിൽ നാശമില്ലാത്തതായി സദാ ഈശ്വരനായി വിളങ്ങുന്നു നിത്യം ബ്രഹ്മാണ്ടമേതിലും. ഞാൻ തന്നെയെല്ലാം ഇപ്പാരിൽ നാശമില്ലാത്തതായി സദാ ഈശ്വരിയായി വിളങ്ങുന്നു നിത്യം ബ്രഹ്മാണ്ടമേതിലും. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമാൻ സമേതായ ശ്രീ സീതാരാമചന്ദ്രായ നമോ നമ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ആണുങ്ങളായിട്ട് കാണുന്നത് മുഴുവൻ ശ്രീരാമൻ, സ്ത്രീകളായിട്ട് കാണുന്ന മുഴുവൻ സീത. ഇങ്ങനെയാണ് നാരദൻ സീതാരാമചന്ദ്രന്മാരെ സ്തുതിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 12 വർഷം അയോധ്യയിൽ സസുഖം 4 കുമാരന്മാരും 4 കുമാരിമാരും താമസിക്കുന്ന വസിച്ചതായിട്ടുള്ള ആ സമയത്ത് ഈ നാരദൻ അവിടെ വന്ന് അങ്ങനെ സുഖിച്ചു കഴിഞ്ഞാലൊന്നും പറ്റില്ല. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങക്ക്, അതൊക്കെ ചെയ്യണ്ടേ. അങ്ങ് വനവാസം ചെയ്യണം, രാവണനെ കൊണ്ട് സീതാപഹരണം നടത്തണം, രാവണനെ മുൻനിർത്തിക്കൊണ്ട് രാക്ഷസവധം മുഴുവൻ നടത്തണം, അങ്ങ് ഭൂമിയെ രക്ഷിക്കണം, ഭൂഭാരഹരണം അങ്ങയുടെ ജന്മോദ്ദേശമാണ്. ആപത്താണ് എന്ന് കാണിക്കാൻ വേണ്ടി അങ്ങ് ഇവിടെ സീതയോടൊപ്പം ഇങ്ങനെ വസിച്ചാൽ ശരിയാവില്ല, പുറത്തിറങ്ങണം. ഇങ്ങനെ സ്തുതിച്ചിട്ടാണ് നാരദൻ കർമ്മനിരതനാക്കിയത് ശ്രീരാമനെ. അപ്പോൾ അവിടേക്ക് വന്നതായിട്ടുള്ള ഈ നാരദൻ മുഴുവൻ കാര്യങ്ങളും പുരുഷ രൂപത്തിൽ കാണുന്നതൊക്കെ ശ്രീരാമനും സ്ത്രീ രൂപത്തിൽ കാണുന്നതൊക്കെ സീതയുമായിട്ടാണ് കണ്ടത്. അപ്പോൾ ഇതെല്ലാം ഈശ്വരന്മാരുടെ, അത് ആണ് പെണ്ണൊന്നും വ്യത്യാസമില്ല, ലീലയാണ്. അവർ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ ഇത് ഇന്ന രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഇന്നതാണ് ഫലം എന്ന് താത്വികമായിട്ട് പറഞ്ഞു തരണോ, കാണിച്ചു തരണോ. അപ്പോൾ ഇത്രയും കൂടുതൽ അറിവ് കിട്ടാൻ ഒരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ അനവധി ഗ്രന്ഥങ്ങളിലായിട്ട് നമുക്ക് ഉദാഹരണ സഹിതം ഭക്തന്മാരെയും ഭഗവാനെയും കാണിച്ചു തന്നിട്ടും എന്തുകൊണ്ടോ അവിടേക്ക് എത്താൻ സാധിക്കണില്ല. അപ്പോൾ അവിടേക്ക് എത്താനുള്ള ഒരു മോഹത്തോടു കൂടിയിട്ട് ജീവിക്കുക. അതാണ് ശ്രോതും ഇച്ഛ ശുശ്രൂഷ, മോക്കുതും ഇച്ഛ മുമുക്ഷ. അപ്പോൾ മുക്തിക്ക് ആഗ്രഹിച്ചുകൊണ്ട് ശുശ്രൂഷുവായിട്ട് ജീവിക്കുക. അങ്ങനെയായാൽ നമ്മുടെ ജീവിതം പരോപകാരമായിട്ട് മാറും. സീത അതിനു വേണ്ടിയിട്ടാണ് ജനിച്ചത്, രാമൻ അങ്ങനെയാണ് ജീവിച്ചത്. ഇപ്പോൾ ഇവിടെ വാൽമീകി രാമായണത്തിൽ ബാലകാണ്ഡത്തിൽ ഈ 73-ാം സർഗം, അത് സീതാരാമചന്ദ്ര വിവാഹത്തിനെ കാണിക്കുകയാണ്. അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ വിസ്തരിച്ച് പറഞ്ഞു. ഇവിടെ രാജാവ് എന്നാണോ ഈ സമാവർത്തന കർമ്മം ശ്രീരാമൻ്റെയും മറ്റ് ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെയും നടത്തിയത്, അന്ന് തന്നെ വീരനായിട്ടുള്ള ഈ യുധാജിത്ത് കൈകേയിയിൽ നിന്ന് ഭരതൻ്റെ അമ്മാവൻ അവിടെ എത്തിച്ചേർന്നു. കൈകേയിയുടെ സഹോദരനാണ്. കൈകേയി രാജാവിൻ്റെ പുത്രനായിട്ടുള്ള സാക്ഷാൽ ഭരതൻ്റെ അമ്മാവനായിട്ടുള്ള അദ്ദേഹം ഈ ദശരഥ മഹാരാജാവിനെ കണ്ട് കുശലമന്വേഷിച്ചതിൻ്റെ ശേഷം പറഞ്ഞു, കൈകേയി അധിപനായിട്ടുള്ള രാജാവ് സന്തോഷത്തോടെ കുശലമന്വേഷിക്കുന്നു. എന്നുവെച്ചാൽ കൈകേയിയുടെ അച്ഛൻ അങ്ങക്ക് കുശലം അറിയിക്കുന്നു. ആരുടെയെല്ലാം കുശലം അങ്ങ് ആഗ്രഹിക്കുന്നുവോ അവരെല്ലാവരും എത്രത്തോളം സന്തോഷം
അനുഭവിക്കുന്നു അത് പറയാൻ സാധിക്കില്ല. അത്രത്തോളം സന്തോഷത്തെ അനുഭവിക്കുന്നു. എന്താ കാരണം? ലോകത്തെ ഭരിക്കുന്നത് ദശരഥനാണ്. അതുകൊണ്ടാണ്. അല്ലയോ ദശരഥ മഹാരാജാവേ, ഈ കേകയ രാജാവ് സ്വശ്രീയനെ അങ്ങയുടെ, അതായത് മകളുടെ, എന്നുവെച്ചാൽ ഈ കേകയ രാജാവിൻ്റെ മകളുടെ പുത്രനാണല്ലോ ഭരതൻ, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ആ ഭരതനെ കാണാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഞാൻ അയോധ്യയിൽ എത്തിയതാണ്. അവിടെ അളിയൻ എന്നൊക്കെ പറയില്ല നമ്മൾ, ആ രീതിയിലാണ്. അപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ ഭാര്യയുടെ സഹോദരൻ യുധാജിത്ത് ഭരതനെ കാണാൻ ആഗ്രഹിക്കണു എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അത് സംസ്കൃതത്തിൽ അങ്ങനെ പറഞ്ഞ അത്രയേ ഉള്ളൂ. അപ്പോൾ അയോധ്യയിലെത്തിയപ്പോൾ അങ്ങയുടെ പുത്രന്മാരെ വിവാഹത്തിനായിട്ട് മിഥിലയിലേക്ക് കൊണ്ടുപോയി എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വേഗം മിഥിലാ രാജ്യത്തിലേക്ക് വന്നത്. എൻ്റെ സഹോദരി പുത്രനെ കാണാൻ ആഗ്രഹിക്കുന്നതിനായിട്ട് ഞാനിവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ദശരഥ രാജാവിൻ്റെ മുമ്പിലിരിക്കുന്നതായിട്ടുള്ള ആ പ്രിയ അതിഥിയെ വേണ്ട രീതിയിലൊക്കെ സൽക്കരിച്ച് പൂജിച്ച്, അതേപോലെ മറ്റു പുത്രന്മാരോട് കൂടിയിട്ട് ഒരുമിച്ച് ആഹാരാധികാരങ്ങളെല്ലാം കഴിച്ച് ആ രാത്രി വളരെ അധികം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് സാധാരണഗതിയിൽ രാജാക്കന്മാർക്ക് എല്ലാ കാര്യങ്ങളുടെയും താത്വിക വശത്തെ അറിഞ്ഞിട്ട് വേണം അതിൻ്റെ നടപ്പാക്കൽ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു തത്വവിത്ത് എന്നാണ് പറയുക. അങ്ങനെയുള്ള ആ ദശരഥ മഹാരാജാവ് അവിടെ യജ്ഞം നടക്കുന്ന ആ രംഗത്തേക്ക് വന്നു. വിജയ എന്നുള്ള ഒരു മുഹൂർത്തത്തിൽ രാമൻ സർവ്വ ആഭരണഭൂഷിതനായിട്ട് ഈ അനുജന്മാരോട് കൂടിയിട്ട് മംഗലസൂത്രം, അതായത് മറ്റേ താലി അവിടെ പൂജിക്കാൻ കൊടുക്കുക. അത് അങ്ങനെയൊക്കെ ചില താലിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു സുരക്ഷാ കവചം ഒക്കെ കൊടുക്കണം. അതൊക്കെ ഈ താലി പൂജയിൽ വരുന്നതായിട്ടുള്ള രീതിയിലാണ്. ശിവപാർവതിമാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് വിഘ്നങ്ങളൊന്നും വരാതെ കാക്കാൻ വേണ്ടിയിട്ട് ഗണപതിക്ക് നേരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെയാണ് അത് ചെയ്യുക. അങ്ങനെ വസിഷ്ഠനെയും മറ്റ് മഹർഷിമാരെയൊക്കെ മുൻനിർത്തി ഈ അച്ഛൻ്റെ സമീപത്ത് ചെന്ന് നിന്ന് രാമനും കുട്ടികളും മറ്റ് സഹോദരന്മാർ. വസിഷ്ഠ ഗുരു ഈ ജനക മഹാരാജാവിനെ സമീപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: ദശരഥ മഹാരാജാവ് ഈ താലികെട്ടൽ അല്ലെങ്കിൽ മറ്റേ ഇതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയതായിട്ട് ആ താലിയെ പൂജിച്ച അങ്ങനെയുള്ള സ്വന്തം പുത്രന്മാരോട് കൂടിയിട്ട് ഇവിടെ എത്തി ഈ കന്യകയെ ദാനം ചെയ്യുന്നതായിട്ടുള്ള ദാതാവായിട്ടുള്ള അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ദാതാവിനും സ്വീകരിക്കുന്നവനും ഒരേപോലെ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഇതൊരു വലിയ നിയമമാണ്. അതുകൊണ്ട് ഉത്തമമായിട്ടുള്ള ഈ കർമ്മത്തെ അങ്ങ് സ്വധർമ്മമായി പരിഗണിച്ച് ചെയ്താലും ദാതൃപ്രതിഗ്രഹീതൃഭ്യാം സർവാർത്ഥാ സംഭവന്തി സ്വധർമ്മം പ്രതിപദ്യസ്യ കൃത്വ. ഇവിടെ വിവാഹമായതുകൊണ്ട് വൈവാഹ്യമുത്തമം. അതല്ലെങ്കിൽ ഇവിടെ കർമ്മം എന്നുള്ളത് പുണ്യകർമ്മങ്ങൾ എന്ന രീതിയിൽ ചേർത്താൽ ഇതൊരു വലിയ നിയമമായി. ദാതൃ പ്രതിഗ്രഹീതൃഭ്യാം, ദാതാവിനും അതേപോലെ സ്വീകർത്താവിനും സർവാർത്ഥാഹ സംഭവന്തി, എല്ലാ അർത്ഥത്തിൽപ്പെട്ടതായിട്ടുള്ള ഈ ശ്രേയസ്സുകളെയും നൽകുന്നതായിട്ടുള്ള, അതായത് ഒരു ജീവൻ ശരീരമെടുത്ത് ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ ഈ പ്രാരബ്ധം തീർക്കാനായിട്ട് കാമാദികൾ പ്രേരണയായിട്ട് വരും. അത് ഹിതം അറിഞ്ഞുകൊണ്ട് കിട്ടുകയാണെന്ന് വെച്ചാലോ പ്രാരബ്ധം തീരുകയും ചെയ്യും, മുക്തിയും കിട്ടും. അതുകൊണ്ട് സർവാർത്ഥാഹ സംഭവന്തി. അതെങ്ങനെ സംഭവിക്കുന്നു മാത്രമല്ല, സാത്വിക ഭാവത്തിൽ സംഭവിക്കും. ദാനങ്ങളെ കൊണ്ടുള്ള ഗുണം അതാണ്. ദാതൃ പ്രതിഗ്രഹീഭ്യാം, അവിടെ ദാനം എന്നുള്ള അതിനെ ദാനം സ്വീകരിക്കുന്നവനും ദാനം കൊടുക്കുന്നവനും തുല്യമായിട്ടാണ് പരിഗണിച്ചത്. രണ്ടുപേർക്കും ഒരേപോലെ കിട്ടും. അപ്പോൾ ഇതിന് പ്രമാണം എവിടെയാ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് ദാനത്തിൻ്റെ മഹാത്മ്യം. അപ്പോൾ വാത്മീകി രാമായണത്തിൽ ബാലകാണ്ഡത്തിൽ ഈ സീതാരാമ കല്യാണ വിഷയം പറയുന്ന അതേ അധ്യായത്തിൽ 73-ാമത്തെ സർഗത്തിൽ
12ാമത്തെ ശ്ലോകമായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നു. എൻ്റെ കാര്യങ്ങൾ സാധാരണഗതി ഞാൻ നോക്കാതെ കണ്ടെന്ന് പറയാറില്ല. മറവി ഉണ്ടാവുകൊണ്ട് ചിലപ്പോൾ മാറി പറയാറുണ്ട്. അത് നിവർത്തിയില്ല, ഒരു പാകമല്ല, പേരൊക്കെ മാറുക അങ്ങനെയൊക്കെ പതിവുണ്ട്. അതൊന്നും സാറില്ല. പക്ഷേ പ്രമാണം ഉള്ളത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അത് പ്രമാണം എവിടെയാണ് എന്താകുന്നത് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പലരും അയാൾ എന്തൊക്കെയോ വിളിച്ച് പറയാണ് എന്ന് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് എന്നെക്കുറിച്ച് പറയണതേ. അപ്പോൾ എനിക്കതിന് പുച്ഛാണ് തോന്നിയത്. കാരണം ഞാൻ അത്രയും എൻ്റെ പുസ്തകശേഖരം അത്രയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഈ രാമായണത്തിലൂടെ പോകുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഗർഗഭാഗവതം പറയുന്ന സമയത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഗർഗഭാഗവതത്തിലെ കോട്ട് ചെയ്ത് പറഞ്ഞായിരുന്നു. ഗർഗഭാഗവതം ഫുള്ളായിട്ട് അത് ഇതിലുണ്ടാവും. ഈ കൊടുക്കാൻ വശമില്ലാത്തത് യൂട്യൂബിലുണ്ട്. കൊടുക്കാൻ വശമില്ലാത്തതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ കൊടുക്കലും കൂടി മുഴുവൻ ശരിയായോ എന്ന് വെച്ചാലേ. പക്ഷേ എങ്കിലും അതിലുണ്ടത് പ്രധാനപ്പെട്ടതായിട്ടുള്ള പല പല പ്രമാണങ്ങളും ആ ഗർഗഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ സംസ്കൃതം മൂലം വായിച്ചിട്ടാണ് അത് പറഞ്ഞിരുന്നത്. അതേപോലെ ഇതും നല്ലോണം ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക. ദാതൃ പ്രതിഗൃഹീതൃഭ്യാം സർവാർത്ഥാഃ സംഭവന്തി സ്വധർമ്മം പ്രതിപദ്യസ്വ കൃത്വ വൈവാഹ്യമുത്തമം. അപ്പോൾ ഇവിടെ വിവാഹം എന്നാണ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ പുണ്യകർമ്മം എന്ന് മാറ്റുകയേ വേണ്ടൂ എന്ന് സാരം. അങ്ങനെയുള്ള പ്രമാണങ്ങൾ വേറെ ഉണ്ട്, ശ്ലോകങ്ങൾ. ഇപ്പോൾ ഓർമ്മയില്ല, എനിക്ക് അങ്ങനെ പറയാൻ വശമല്ല, സംസ്കൃതം പഠിക്കാത്തതുകൊണ്ടാണ്. ഇങ്ങനെ നിയമത്തെ പറഞ്ഞു. അപ്പോൾ തേജസ്വിയായിട്ടുള്ള ഈ വസിഷ്ഠ മഹാരാജാവ് അതിൻ്റെ നിയമം വസിഷ്ഠനാണ് പറഞ്ഞതേ. അപ്പോൾ വസിഷ്ഠനായാലും സദാനന്ദ ഗുരു ആയാലും ഗൗതമനായാലും അഗസ്ത്യനായാലും നാരദനായാലും അവരുടെയൊക്കെ വാക്ക് ഇനി അപ്പുറം ഇല്ല, ലാസ്റ്റ് വാക്കാ. ദുർവാസാവ്, വിശ്വാമിത്രൻ, ഇവരൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം ഇല്ല. ശ്രീശുക ബ്രഹ്മർഷി, വ്യാസൻ സ്വതേ ഒന്നും ഞാൻ പറഞ്ഞു എന്ന് പറയാറില്ല. ഭഗവാനാണെങ്കിലും മനുഷ്യനാട്ടത്തിലാണ് വ്യാസൻ്റെ ഒരു അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. വ്യാസൻ അത് വ്യാസൻ്റെ ഒരു മഹാമനസ്കത തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പരാശരനായാലും ജമദഗ്നിയായാലും പരശുരാമനായാലും കപില മഹർഷിയായാലും കർദമനായാലും എത്രയെത്രയോ മഹർഷിമാർ അംശാവതാരമായിട്ടും അതേപോലെ പ്രജാപതിമാരായിട്ടും മരീചിരത്തിൽ അങ്കിരസ പുലസ്ത്യ പുലഹകൃതു ഭൃഗുർ വസിഷ്ഠോ ദക്ഷശ്ച, അതേപോലെ കശ്യപൻ തൊട്ടുള്ളവരുടെ പരമ്പരയിൽപ്പെട്ടവർ, മരീചിര മകനാണ് കശ്യപൻ. ഇങ്ങനെ ധാരാളം, എത്ര ചോദിച്ചാൽ മനസ്സിലായി. മാർക്കണ്ഡേയൻ പോലെയുള്ള മഹാഋഷികൾ അവരെയൊക്കെ അവതരിപ്പിച്ചത് ഈ വ്യാസന. പക്ഷേ ആ വ്യാസൻ മനുഷ്യനാട്ടത്തിലാണ്, ഭഗവാൻ തന്നെയാണ്, അല്ലാഞ്ഞിട്ടല്ല. നമ്മളെല്ലാവരും ഈ ഗുരുപൂർണിമയ്ക്ക് വ്യാസനെയാണ് എടുക്കാറ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഗുരുവാണെന്ന് സാരം. അതാണ് എത്രത്തോളം വിദ്യ ഉണ്ട് അത്രത്തോളം താഴ്മ, വിനയം. വ്യാസനെ കണ്ട് പഠിക്കണം, അത്ര എളുപ്പമല്ല. അമ്മ പറഞ്ഞു, അതുകൊണ്ട് സഹോദരന്മാരുടെ പുത്രിമാരിൽ പുത്രന്മാരെ കൊടുത്തു, ആദാനം ചെയ്തു. അംബികയിലും അംബാലികയിലും ചിത്രാംഗതൻ, വിചിത്രവീര്യൻ, അവരുടെ മരണശേഷം ഉണ്ടായിട്ടുള്ള ഒരു അന്യം നിൽക്കുക എന്നൊരവസ്ഥ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. പാണ്ഡുവും ധൃതരാഷ്ട്രരും പിന്നെ ഒരു ദാസീപുത്രനും വിതുരനും ഉണ്ടായത്. വ്യാസൻ്റെ ഒരു ഈ കീഴ്പ്പെടൽ അമ്മ പറഞ്ഞു, ചെയ്തു, അത്രയേ ഉള്ളൂ. അതാണ്. അതിപ്പോൾ സാരില്ല. അപ്പോൾ ഇങ്ങനെയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ അദ്ദേഹം ചോദിച്ചു, ആരാണ് എൻ്റെ ദ്വാരപാലനായിട്ട് ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ കാവൽക്കാർ സാധാരണഗതിയിൽ അവിടെ ഇല്ല, ഒരു തടസ്സമില്ലാതെ കണ്ട് അകത്തേക്ക് വരാം എന്ന് സാരം. അതാണ് ഇവിടെ ജനക മഹാരാജാവ്, മിഥില രാജാവ്, അവരുടെയൊക്കെ ഒരു പ്രത്യേകത, അവർ എപ്പോഴും ഒരു തടസ്സവുമില്ലാതെ കണ്ട് എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ നേരിട്ട് വന്ന് കാണാവുന്ന ഒരു രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ തടസ്സങ്ങളൊന്നും ഇല്ലാതെ കണ്ടത് സാരം. മറ്റത് രാജാവ് എന്ന് പറയുമ്പോൾ ചില അപ്പോയിൻമെൻറ്റ് വേണം. ഇന്നിപ്പോൾ ഒരു ചെറിയ പ്രശസ്തി കിട്ടിച്ച അപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. ഇവിടെ രാജാവിനത് വേണ്ട. എത്രയോ കൊല്ലങ്ങളായിട്ട് തുടർച്ചയായിട്ട് ലീവ് എടുക്കാതെ കണ്ട് പണിയെടുക്കുന്ന ആൾക്കാർ നമുക്കറിയാം.
പല മഹാത്മാക്കളും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട്, അതും ഈ എന്താ പറയുക, ടൈറ്റ് ഷെഡ്യൂളായിട്ട് ജീവിക്കുന്നവർ, ഒരു ലീവ് കൊടുക്കാതെ കണ്ട്, ഒരു ആഘോഷത്തിനും പോകാതെ കണ്ട്, എന്നാൽ എല്ലാ ദിക്കിലും സാന്നിധ്യത്തെ അറിയിച്ചുകൊണ്ട് അതിൻ്റെ ഒരു മാക്സിമത്തിലുള്ള അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്രയോ ആളുകൾ. അപ്പോൾ ഈ രാജാവ് അങ്ങനെയാണ്. ആരാ എന്നെ തടഞ്ഞത്? അങ്ങനെ കാവൽക്കാരൻ ഞാനൊരാൾ നിർത്തിയിട്ടില്ലല്ലോ. ആരുടെ അനുമതിയാണ് വേണ്ടത്? അപ്പോൾ ആരും സ്വയം അനുവാദം തരണ്ട. ഇത് നിങ്ങളുടെ വീടാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് കിടക്കാൻ വേറെ ആരുടെ അനുവാദം വേണോ? അപ്പോൾ സ്വന്തം വീട് പോലെ കണക്കാക്കൂ, സ്വന്തം രാജ്യം പോലെ കണക്കാക്കൂ, സ്വഗൃഹത്തിലേക്ക് എന്ന പോലെ പ്രവേശിക്കൂ. അതാണ് വിനയം. അപ്പോൾ ഈ താലി, അത് അതിനൊരു കർമ്മമുണ്ട്. അത് കർമ്മം നിർവഹിച്ചതിൻ്റെ ശേഷം അനുഷ്ഠിച്ചതായിട്ടുള്ള എൻ്റെ ഈ കന്യകമാരെല്ലാം ഈ അഗ്നിനാളം പോലെ ഒരു തിരി കത്തിച്ച് കഴിഞ്ഞാൽ അതിനൊരു നാളമുണ്ട്. ആ നാളത്തിൽ അത് പല രീതിയിലാണ്. നമ്മൾ ഹോമകുണ്ടത്തിൽ അഗ്നി അങ്ങനെ ജ്വലിപ്പിക്കുന്ന സമയത്ത് രൂപങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കുറച്ചൊരു സങ്കല്പിച്ചെടുക്കണം. ആകാശത്ത് മേഘങ്ങളെ നമ്മൾ സങ്കല്പിച്ചെടുത്തു കഴിഞ്ഞാൽ പലതും പല രൂപങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്ന കൂട്ടത്തിൽ തീനാളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഭാഗത്തിൽ ഈ ചൈതന്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വധുക്കളാണ്. വധുക്കളുടെ ചൈതന്യം, സൗകുമാര്യം, അതേപോലെ വശീകരണം, ഇത് വളരെ പ്രധാനമാണ്. വധു ആയാൽ, ഇപ്പോൾ നമ്മളിന്ന് സാധാരണഗതിയിൽ വളരെയധികം കാശ് കൊടുത്തിട്ടാണ് വധുക്കളെ അലങ്കരിക്കുക. ബ്യൂട്ടീഷ്യൻ. ഭഗവാന്റെ ഒരു തിയറിയുണ്ട്, ഒരു നിയമമുണ്ട്. അതനുസരിച്ച് കല്യാണ ദിവസം ഈ വധുവിന് പ്രത്യേകിച്ച് അണിഞ്ഞൊരുങ്ങൊന്നും വേണ്ട. കുളിച്ച് ശുദ്ധമായിട്ട് പുതിയതായിട്ടുള്ള ഒരു വസ്ത്രത്തെ എടുത്തുകൊടുക്കുക. പിന്നെ കുറിക്കൂട്ടുകളെ അണിയിക്കുക. അതേപോലെ ഈ കറുകമാല തൊട്ടുള്ള കാര്യങ്ങൾ അതാ വേണ്ട രീതിയിൽ ഒന്ന് ചിന്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അലങ്കാരവും വേണ്ട. എല്ലാം കൂടിയ ഒരു 15 മിനിറ്റ്. അതൊക്കെ പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. സാധാരണ ഒരുങ്ങാൻ അത് പോരാ. ആ വധുവിനെ കാണാൻ, ആ വധുവിനെ ആകർഷിക്കാൻ ദേവന്മാർ പോലും വരും എന്നാണ് പറയുക. കല്യാണ ദിവസമായാൽ മതി. അത് ഭഗവാൻ ഇച്ഛിക്കുന്ന വരനെയാണ് ഈ വധുവിന് കിട്ടുന്നതെങ്കിൽ ആ വധുവിന് ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഒരു അലങ്കാരവും വേണ്ട. വെറുതെ നമ്മളുണ്ടാക്കുന്ന ആ കരി, നമ്മൾ സാധാരണ എങ്ങനെയാ വെച്ചാൽ നെയ്ത്തിരി ഈ കലത്തിൻ്റെ അടിയിൽ അങ്ങനെ കാണിച്ച് കരി പിടിച്ചു കഴിഞ്ഞാൽ അത് നെയ്യ് കൂട്ടിയിട്ട് കണ്ണിൽ എഴുതുകയാണ് പതിവ്. അപ്പോൾ അത്രേ വേണ്ടൂ. അങ്ങനെ കൺമഷിയും മറ്റേ ചാന്തും അതേപോലെ ചന്ദനം, കുങ്കുമം ഇങ്ങനെയൊക്കെയുണ്ട്. കുങ്കുമം കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ സമയത്തേ ചെയ്യുള്ളൂ. എന്തായാലും അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഭാവത്തോട് കൂടിയിട്ട് അതിനെ ചെയ്യുകയാണെങ്കിൽ ഈ തുളസിമാല അല്ലെങ്കിൽ പൂക്കൾ ചേർത്തതായിട്ടുള്ള മാല ഇടുകയാണെച്ചാൽ വലിയൊരു അലങ്കാരം തന്നെ. അത് ഇന്നിപ്പോൾ അങ്ങനെയല്ല. എത്രയോ സമയങ്ങൾ, 4-5 മണിക്കൂർ അങ്ങനെ പലതും എന്തേലും ആവട്ടെ. അപ്പോൾ അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് സാരം. അതാണ് കാരണം. അന്ന് ഭഗവാൻ കൊടുക്കുന്നതാണ് ഈ കഴിവ്. ഈ ഒരു വശീകരണം, ഈ സൗകുമാര്യം, ഈ ആകർഷക ഭാവം അത് ഭഗവാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഈ കൃത്രിമമായിട്ട് ഒരിടം ചെയ്യാൻ പാടില്ല എന്നതാണ്. ഒപ്പം വല്ലവരും ഉണ്ടാച്ചാൽ ഒന്ന് മുടി ചീന്തി കൊടുത്തു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അത്രയ്ക്കൊക്കെ ഉള്ളൂ എന്ന് സാരം. അതിനൊക്കെ തയ്യാറാവണം. അതിനാണ് നമ്മൾ ബന്ധുക്കളെയൊക്കെ വരുത്തുന്നത്, സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഇതെല്ലാം ചെയ്തതായിട്ടുള്ള എൻ്റെ ഈ മക്കളാകുന്ന കന്യകമാരെ അവിടെ എല്ലാവിധ കർമ്മങ്ങളും നിർവിഘ്നമായിട്ട് ചെയ്യുവാൻ ഇനി താമസിക്കണ്ട കേട്ടോ. വളരെയധികം കാന്തിമതികളായിട്ട്, എന്നുവെച്ചാൽ അതിൻ്റെ എത്രത്തോളം ഒരു ആകർഷകത്വം, അതാണ് ഇത്. ഈ എവിടെയാണോ വിവാഹം കഴിക്കുന്നത് അതൊരു വേദിയാണ്. ആ വേദിയുടെ താഴെ തന്നെ നിൽക്കുന്നു. അവർ കാത്തിരിക്കുകയാണ്. നിങ്ങൾ വിളിക്കുകയേ വേണ്ടൂ, അങ്ങോട്ടെത്തും.
അവർക്കെല്ലാവർക്കും കാണാം, അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഇപ്പോൾ തന്നെ ചെയ്തോളും. ഇങ്ങനെയെല്ലാം പറഞ്ഞു. അങ്ങനെ ജനകൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ, അപ്പോൾ അവിടെ ജനകനുണ്ട്, മറ്റേ ജനകൻ്റെ പുരോഹിതൻ സദാനന്ദ ഗുരുവുണ്ട്, വസിഷ്ഠനുണ്ട്, വസിഷ്ഠൻ്റെ രാജാവായിട്ട് ദശരഥ മഹാരാജാവും ഗുരുവായിട്ട് ഈ വസിഷ്ഠനുണ്ട്. അപ്പോൾ സ്വതേ എല്ലാം തികഞ്ഞ ഒരു വല്ലാത്തൊരു മണ്ഡപമാണത്. അവിടേക്ക് ഈ വിദേഹ രാജാവ് വന്നതിന് ശേഷം വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു, ധാർമ്മികരായിട്ട് ഋഷികളോട് കൂടിയിട്ട് ലോക അഭിരാമനായിട്ടുള്ള രാമൻ്റെ ഈ വൈവാഹിക ക്രിയയെ ചെയ്താലും, അപ്പോൾ എത്രയാണോ ഈ എല്ലാ അർത്ഥത്തിലും ലോകത്തെ രമിപ്പിക്കുന്നത് ഈ ശ്രീരാമൻ, അത് പറയാൻ നിർത്തിയില്ല. അതേപോലെ തന്നെ മനസ്സിനെ ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക രാമൻ. നമ്മൾ സാത്വികത്തിൽ അല്ലെങ്കിൽ ശുഭ്രം ആയിട്ട് കൊടുക്കുക, അത് സീത. ഒരു നിർമ്മല മനസ്സനാണ്, നിഷ്കാമനാണ്, നിഷ്കളങ്കനാണ് എന്നൊക്കെ നമ്മൾ ഓരോരുത്തരെ കുറിച്ച് പറയാറില്ലേ. ഈ സീതയെ ആരാണോ പൂജിക്കുന്നത് അവർക്ക് കിട്ടുന്ന ഭാവമാണ് നിർമ്മലമായിട്ടുള്ള മനസ്സ്, ശുദ്ധചിത്തം. അത് സീതയെ പൂജിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ നമ്മൾ ഒരാളിങ്ങനെ വല്ലാതെ കണ്ട് നമ്മളെ ദ്രോഹിക്കുന്നുണ്ടെന്ന് കൂട്ടാം, അയാളുടെ മനസ്സ് ശുദ്ധാവാൻ വേണ്ടിയിട്ട് സീതയ്ക്ക് നിവേദ്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, പാൽപ്പായസം തൊട്ടുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. സ്ഥിരമായിട്ട് സീതയ്ക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്മൾ ഉദ്ദേശിക്കുന്നയാളുടെ മനസ്സ് ശുദ്ധമായിട്ട് തീരും, നിർമ്മലമായിട്ട് തീരും. അതങ്ങനെയാണ്. സീതാദേവി ഈശ്വരീ ഭാവത്തിൽ അതിനെ സ്വീകരിച്ചുകൊണ്ട് ഈ ഭക്തൻ്റെ ആവശ്യത്തെ നിറവേറ്റി തരും. പക്ഷെ നമ്മളത് സാധാരണഗതിയിൽ അങ്ങനെയൊന്നും ചെയ്യാറുമില്ല. അങ്ങനെയൊക്കെ നിയമമുണ്ട്. അതേപോലെ ഈ ഋഷിമാർ നിങ്ങളെല്ലാവരും ഈ രാമൻ്റെ വിവാഹ കർമ്മത്തെ എങ്ങനെയാണോ ചെയ്യേണ്ടത് അത് വസിഷ്ഠനും വിശ്വാമിത്രനും സദാനന്ദ ഗുരു അതിൻ്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് വിവാഹ മണ്ഡപത്തിൻ്റെ ഈ മധ്യത്തിലുണ്ടാക്കിയുള്ള വേദി ഉണ്ടല്ലോ, അവിടെ ഈ സുഗന്ധ പുഷ്പാദികളെ കൊണ്ട്, കുരുത്തോലകളെ കൊണ്ട്, മറ്റ് ദീപാലങ്കാരങ്ങളെ കൊണ്ട്, സ്വർണ്ണതാരങ്ങളെ കൊണ്ട്, അനവധി അലങ്കാര കുംഭങ്ങളെ കൊണ്ടൊക്കെ അലങ്കരിച്ച്, പിന്നെ മറ്റ് ചിലതൊക്കെ ഉണ്ട് മുളപ്പിച്ചതായിട്ടുള്ള മറ്റേ നവധാന്യങ്ങൾ, മറ്റേ മുളയറ എന്നൊക്കെ അല്ലേ, അതേപോലെയുള്ള പലതും. അതിനൊക്കെ ചില നിയമങ്ങളുണ്ട്, ഇതൊക്കെ വേണം എന്നുണ്ട്. അങ്ങനെ മറ്റേ ധൂപദീപാദികൾ, പിന്നെ ശംഖ തൊട്ടുള്ളത്, ശംഖതീർത്ഥാദികളൊക്കെ വേണമല്ലോ, പിന്നെ സ്രുവങ്ങൾ, അതേപോലെ ഈ നെയ്യ് തൊട്ടുള്ള ഹോമവസ്തുക്കൾ, മലര്, നെയ്യ് അങ്ങനെയുള്ളതൊക്കെ, പിന്നെ അർഘ്യ പാത്രാദികൾ, മറ്റേ അർഘ്യം, പാദ്യം, ആചമനീയം ഇതൊക്കെ കൊടുക്കണ്ടേ, അതിനുള്ള പാത്രങ്ങൾ, അതേപോലെ മലര് നിറച്ചായിട്ട് വലിയ പാത്രം, അതേപോലെ അക്ഷതം ശുദ്ധാക്കാൻ വേണ്ടിയിട്ട് പലതും. അക്ഷതം വളരെ നിർബന്ധമാണ്. പൂക്കളിലടക്കം അക്ഷതം വേണം. ജലം മറ്റേ ശുദ്ധീകരിക്കണം വെച്ചാൽ, പുണ്യാഹമാക്കണം വെച്ചാൽ അതിന് അക്ഷതം വേണം. ആവാഹിക്കാൻ അക്ഷതം വേണം. ഇങ്ങനെ പാത്രങ്ങൾ, അതിനനുസരിച്ചുള്ള സാധനങ്ങളും പാത്രങ്ങളും ഒക്കെ അവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. മന്ത്രപൂർവ്വം ഇതിനെല്ലാം വിധിയാവണ്ണം വേണ്ട രീതിയിലൊക്കെ ചെയ്യണം. ഇങ്ങനെ ആ വേദിയിൽ അതിവിശിഷ്ടമായിട്ടുള്ള മന്ത്രോച്ചാരണങ്ങളോട് കൂടിയിട്ട് ചില ഏറ്റവും നന്നായിട്ട് മന്ത്രങ്ങളെ ചൊല്ലി അഗ്നിയെ ജ്വലിപ്പിച്ച് വസിഷ്ഠ മഹർഷി ഹോമകർമാദികളെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തു. പിന്നെ സർവാഭരണഭൂഷിതമായിട്ട് ആ സീതയെ ആനയിച്ച് അഗ്നിയുടെ മുമ്പിൽ വന്ന് ശ്രീരാമന് അഭിമുഖമായിട്ട് നിർത്തിയിട്ട് ജനക മഹാരാജാവ് കൗസല്യയ്ക്ക് ആനന്ദത്തെ കൊടുക്കുന്നതായിട്ടുള്ള രാമനോട് ഇപ്രകാരത്തിൽ പറഞ്ഞു. ഇതൊക്കെ അതിൻ്റെ ഒരു ചടങ്ങാണ്. അപ്പോൾ ആ ചടങ്ങ് എൻ്റെ ഈ ജനക മഹാരാജാവ് പറയുകയാണ്, അച്ഛനാണ് പറയുക, കുട്ടിയുടെ അച്ഛനാണ് പറയുക, എൻ്റെ മകളായിട്ടുള്ള ഈ സീത അങ്ങയുടെ സഹധർമ്മിണി ആയിട്ട് വരട്ടെ, അങ്ങ് ഇവളെ സ്വീകരിക്കണേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നും ഭദ്രത ഉണ്ടാവട്ടെ, ഭദ്രം ഭവിക്കട്ടെ. ഈ മകളുടെ കൈകളെ പാണിയെ പിടിക്കൂ, പാണിഗ്രഹണം നടത്തൂ. എൻ്റെ കുട്ടി പതിവ്രതയായിട്ടിരിക്കട്ടെ, മഹാഭാഗ്യവതിയായിട്ടിരിക്കട്ടെ, എന്നും ശ്രീരാമൻ്റെ ഭർത്താവിൻ്റെ നിഴൽ പോലെ അനുഗമിക്കുമാറാവട്ടെ. ഇങ്ങനെ മന്ത്രഭൂതമായിട്ടുള്ള ജലം കൈകളിലൊഴിച്ച്
അത് വെള്ളം ചോർത്തുക എന്നാ പറയുക. അതൊരു ഒരു ചടങ്ങാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ, ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും സാധു സാധു എന്ന് ദേവന്മാരും നന്നായി നന്നായി ധന്യമായി എന്നെല്ലാം പറഞ്ഞ് അനുമോദിക്കുകയും ചെയ്തു, ദേവന്മാരായാലും ഋഷികളും എല്ലാവരും. അവിടെ മന്ത്രം ഇങ്ങനെയാണ്: അബ്രവീൽ ജനകോ രാജ കൗസല്യാനന്ദവർദ്ധനം ഇയം സീത മമ സുത സഹധർമ്മചരീ തവ പ്രതീച്ഛ ചൈനാം ഭദ്രം തേ പാണിം ഗൃഹീഷ്വ പാണിനാ പതിവ്രതാ മഹാഭാഗ ഛായേവാനുഗതാ സദാ ഇത്യുക്ത്വാ പ്രാക്ഷിപദ്രാജ മന്ത്രപൂതജലം തദാ സാധു സാധ്വിതി ദേവാനാം ഋഷീണാം വദതാം തദാ. ആ സമയത്ത് ദേവദുന്ദുഭി നിർഘോഷ പുഷ്പവർഷോ മഹാനഭൂൽ ഏവം ദത്വാ സുതാം സീതാം മന്ത്രോദക പുരസ്കൃതാം. അപ്പോൾ ഉദകപൂർവം ദാനം ചെയ്തു കന്യകയെ അച്ഛൻ ഈ വരന് വേണ്ടിയിട്ട്. ഇനി വേളിക്രിയൊക്കെ ആദ്യമേ ഇരിക്കണേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണം കൊടുക്കാനായിട്ട്. കാരണം ജലം ജീവൻ്റെ ആധാരം, അതിനാണ് ഈ വെള്ളത്തെ ചോർത്തുന്നത്. ഉദകപൂർവം കന്യകാദാനം നടത്തുക എന്നത് ജീവൻ്റെ ആധാരമായിട്ടുള്ള ഈ ജലത്തോട് കൂടിയിട്ടാണ് ഉദകപൂർവം. അപ്പോഴാണ് സന്താനങ്ങളൊക്കെ ശരിക്കും ഉണ്ടാവുക. അത് വരുണദേവൻ്റെ അനുഗ്രഹമൊക്കെ വേണം അതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരേപോലെ ദേവദുന്ദുഭി നാദങ്ങളൊക്കെ ഉണ്ടാക്കി, ആകാശത്ത് മറ്റേ ഗന്ധർവന്മാരുടെ പാട്ട്, അപ്സരസ്സുകളുടെ നൃത്തം, ഇങ്ങനെ പലതുണ്ടായി. കൊട്ട് പാട്ട് എല്ലാം. അതേപോലെ പുഷ്പവർഷാദി കാര്യങ്ങൾ ഉണ്ടായ പോലെ ഋഷിമാർ, മറ്റേ ബ്രാഹ്മണരൊക്കെ ഈ വേളിയൊത്ത തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാവർക്കും വളരെയധികം സന്തോഷത്തെ ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ അടുത്തയാളെ ജനക മഹാരാജാവ് വിളിച്ചു. ലക്ഷ്മണ വരൂ, ഭദ്രം ഭവിക്കട്ടെ. ഞാൻ വിവാഹത്തിൻ്റെ ഈ എൻ്റെ പുത്രിയായിട്ടുള്ള ഊർമിളയെ അങ്ങേക്കിതാ തരുന്നു, സ്വീകരിച്ചാലും ഇനി മുഹൂർത്തം വൈകരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞ് ജനകൻ ഭരതനെ വിളിച്ചു. മാണ്ഡവിയുടെ, എൻ്റെ അനുജൻ്റെ പുത്രിയായിട്ടുള്ള മാണ്ഡവിയുടെ കരം അങ്ങ് ഭരത സ്വീകരിച്ചാലും എന്ന് പ്രകാരം പാണിഗ്രഹണം നടത്താൻ വേണ്ടി മാണ്ഡവിയുടെ കൈകൾ ഈ ഭരതൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അതേപോലെ ശത്രുഘ്നെ വിളിച്ചു പറഞ്ഞു, മഹാബാഹുവായിട്ടുള്ള ശത്രുഘ്ന, അങ്ങ് എൻ്റെ അനുജൻ്റെ പുത്രിയായിട്ടുള്ള ശ്രുതകീർത്തിയുടെ കൈകളെ സ്വീകരിച്ചാലും, ശ്രുതകീർത്തിയുടെ പാണി ഗ്രഹിച്ചാലും. ഇങ്ങനെ 4 പേരെയും ഒരേപോലെ കൊടുത്തതിൻ്റെ ശേഷം സൗമ്യരും കാകുൽസ്ഥവംശജുമായിട്ടുള്ള ഈ നിങ്ങളെ എല്ലാവരെയും പത്നിമാരോട് കൂടിയിട്ട് സുചരിതവ്രതരായിട്ട് എന്നും മറ്റുള്ളവരാൽ പ്രകീർത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക, മാതൃകയാക്കാൻ തൊക്കണം. അത്രയും ഭാര്യാഭർത്താക്കന്മാർ അങ്ങനെയൊക്കെ വേണം. ഇനി മുഹൂർത്തം വൈകിക്കരുതേ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യഥാവിധി ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള പത്നിമാരുടെ വധുക്കളുടെ പാണിയെ ഗ്രഹിച്ചു എന്നാണ്. അബ്രവീൽ ജനകോ രാജ ഹർഷേണാഭിപരിപ്ലുത ലക്ഷ്മണ ഗച്ഛ ഭദ്രം തേ ഊർമിളാം ഉദ്യതാം മയാ പ്രതീച്ഛ പാണിം ഗൃഹീഷ്വ മാ ഭൂത് കാലസ്യ പര്യയ. തമേവ മുക്ത്വാ ജനകോ ഭരതം ചാഭ്യഭാഷത ഗൃഹാണ പാണിം മാണ്ഡവ്യാ പാണിനാ രഘുനന്ദന ശത്രുഘ്നം ചാഭിധർമാത്മാ അബ്രവീന്മിഥിലേശ്വര. ശ്രുതകീർത്തെ മഹാബാഹോ പാണിം ഗൃഹീഷ്വ പാണിനാ സർവേ ഭവന്ത സൗമ്യാശ്ച സർവേ സുചരിതവ്രതാ പത്നിഭിഃ സന്തു കാകുൽസ്ഥാ മാ ഭൂത് കാലസ്യ പര്യയ. ജനകസ്യ വച ശ്രുത്വാ പാണീൻ പാണിഭിരസ്പൃശൻ. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവരവരുടേതായിട്ടുള്ള ഈ കന്യകമാരെ, വധുക്കളെ, കന്യക, വധു, പത്നി 3 ഭാവമാണ്. ഇപ്പം കന്യകാഭാവം കഴിഞ്ഞ് ഈ മംഗല്യസൂത്രാദികളൊക്കെ പൂജിച്ച് അവിടെ എത്തിക്കഴിഞ്ഞാൽ പാണിഗ്രഹണ സമയത്ത് വധു എന്നുള്ള ഭാവത്തിലാണ് വരിക. നിശ്ചയം കഴിഞ്ഞാൽ സ്വതേ വധുവാണ്. ഏതായാലും പണ്ടൊക്കെ നിശ്ചയം എന്ന് പറഞ്ഞാൽ തലേ ദിവസം നിശ്ചയിക്കുക. ഇന്നിപ്പോൾ നമ്മൾ നിശ്ചയം കഴിഞ്ഞിട്ട് ഒരുപാട് കാലം കഴിഞ്ഞ് ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് കല്യാണം. അപ്പം അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. നിശ്ചയം കഴിഞ്ഞാൽ ഉടനടി കല്യാണം വേണമെന്ന അതിനൊക്കെ നിയമമുണ്ട്. ആ നിയമത്തെ ഒന്നും പാലിക്കുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ വലിയ പ്രശ്നമാണ്. അപ്പോൾ നിശ്ചയതാമ്പൂലം എന്നുള്ള ചടങ്ങ് പിന്നീട് കല്യാണത്തിൻ്റെ തലേ ദിവസം നടത്തുന്നവരും ഉണ്ട്. അതൊരു സൂത്ര വഴി. കാരണം അത് ഒരുക്കങ്ങൾ അങ്ങനെ പലതും ഉണ്ട് ഒരുക്കങ്ങൾ, അതൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ നടത്തി.
നാലു പേരും വസിഷ്ഠ മഹർഷിയുടെ ആജ്ഞ അനുസരിച്ച് 4 പേരുടെയും ഈ കൈകളെ പിടിച്ചതിന് ശേഷം അഗ്നിയെയും വേദിയെയും രാജാവിനെയും ഗുരുക്കന്മാരെയും മഹാത്മാക്കളെയും ഋഷികളെയും എല്ലാവരെയും പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. അതേപോലെ രഘുവംശ രാജകുമാരന്മാർ ശാസ്ത്രവിധി അനുസരിച്ച് വിവാഹകർമ്മത്തെ ഈ പ്രകാരത്തിൽ ചെയ്തു. അപ്പോൾ ആ സമയത്ത് അന്തരീക്ഷത്തിൽ നിന്ന് അതീവ ശോഭയോട് കൂടിയിട്ടുള്ള എല്ലാ രംഗങ്ങളെയും ഉണ്ടായി. പുഷ്പവൃഷ്ടി ഉണ്ടായി, മറ്റേ ദേവദന്തുഭികളുണ്ടായി, ഗീതവാദ്യാദികൾ, ഉറക്കെ പാട്ടുകൾ, മറ്റേ നൃത്തം, ഇങ്ങനെയല്ലേ. അത് അതിഗംഭീരമായിട്ടുള്ള ഘോഷമായിട്ട് തന്നെ അന്തരീക്ഷം മുഖരിതമായി. പിന്നെയോ അപ്സരസ്സുകൾ, ആ നൃത്തത്തിലെ ഗന്ധർവന്മാരുടെ പാട്ട്, അത് എത്രത്തോളം ഈ രാഘവനെയും അതേപോലെ സീതയെയും പുകഴ്ത്തിക്കൊണ്ട്, ലക്ഷ്മി നാരായണന്മാരെ പുകഴ്ത്തിക്കൊണ്ട്, അതേപോലെ ഈ വാദ്യഘോഷങ്ങൾ, ആർപ്പുവിളികൾ, കൊരവ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ അതിതേജസ്വിയായിട്ടുള്ള ഇവർ 3 തവണ അഗ്നിയെ വലം വെച്ച് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. മറ്റ് പല ചടങ്ങുകളും ആ സമയത്ത് ചെയ്യാറുണ്ട്. അതെല്ലാം അതാത് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് ആ ഭാവത്തിലിരിക്കുമ്പോൾ. അങ്ങനെയെല്ലാം ഓരോരുത്തരും ചെയ്തു. ഇങ്ങനെ രാജാവും ഋഷിതങ്ങളും ബന്ധുക്കളോട് കൂടിയിട്ട് അവിടെ സുഖത്തോടു കൂടിയിട്ട് ജീവിച്ചു. ഇപ്പോൾ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. ആ ഒരു രംഗത്തേക്ക് നമ്മളും കൂടി ചെല്ലുകയാണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ പങ്കാളിയായിക്കൊണ്ട് അനുമോദിച്ചുകൊണ്ട് നമ്മൾ അവരെ നമസ്കരിച്ചുകൊണ്ട് അവരിൽ നിന്ന് നമുക്ക് അനുഗ്രഹം വാങ്ങാൻ സാധിച്ചുവെങ്കിൽ അവർക്കുണ്ടായ ദുഃഖങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ട, മറിച്ച് അവർക്കുണ്ടായ സുഖത്തെ, അവർ തരുന്നതായിട്ടുള്ള ഈ നമ്മുടേതായിട്ട് ദുഃഖങ്ങളെ തീർക്കാനുള്ള ആ അനുഗ്രഹത്തെ എല്ലാവരും എത്രത്തോളം ഈ കാര്യത്തിൽ സന്തോഷിച്ചു വെച്ചാൽ അത്രയും കൂടുതൽ സന്തോഷത്തെ അനുഭവിച്ചുകൊണ്ട് അവരവിടെ സുഖിക്കുന്നു. ആ സുഖത്തിൽ നമ്മളും പങ്കാളികളാകുന്നു. വലിയ വിവാഹഘോഷം, അവിടെ മന്ത്രമുഖരിതമായിട്ടുള്ള നല്ല അന്തരീക്ഷം, ധാരാളം വേദമന്ത്രങ്ങളെ കേൾക്കുന്നു. അതേപോലെ തന്നെ ഹോമാചാരത്തോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ഒരു വല്ലാത്തൊരു ഈശ്വര അനുഭൂതി അവിടെ ഉണ്ടാവും. അതിൽ പങ്കെടുക്കുന്നവർക്ക് അത് മനസ്സിലാവും. അത് അറിഞ്ഞിട്ട് പങ്കെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും അത് കഴിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട് എന്ന രീതിയിൽ അതിൻ്റെ ആ ഒരു ഈ റിട്ടേൺ നമുക്ക് ഈശ്വരൻ എന്നുള്ള നിലയ്ക്ക് കിട്ടാനുണ്ട് പലതും. അഗ്നി ഭഗവാനായാലും ശിവപാർവതിമാരായാലും ഗണപതി ആയാലും അതേപോലെ എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യം അവിടെയുണ്ട്. അപ്പോൾ ലക്ഷ്മി ദേവിയാണെച്ചാൽ വളരെ പ്രത്യേകമായിട്ട് അങ്ങനെ പലതും ഉണ്ട് അതിൽ കിട്ടാനായിട്ട്. വേളിവത്തൊക്കെ ആ രീതിയിലാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവൻ എപ്രകാരത്തിലാണ് ഈ ഒപ്പമുള്ള പത്നിയോട് കൂടിയിട്ട് രണ്ട് ജീവനാണ്. ഈ 2 ജീവൻ ഒരുമിച്ച് എങ്ങനെയാണ് ഭഗവാനിൽ എത്തുക? സഹധർമ്മം ചര എന്നാണല്ലോ ഇപ്പോൾ നമ്മൾ വായിച്ചത്. അപ്പോൾ അവിടേക്ക് എത്തിക്കുവാൻ എത്രത്തോളം ഈ പ്രകൃതി പോലും അതുപോലെ അതിന് കൂട്ടുചേരുന്നവരായിട്ടുള്ള ഓരോരുത്തരും എങ്ങനെയൊക്കെ അതിന് അനുകൂലിച്ചു, ഇതെല്ലാം അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ദേവന്മാരുടെ സാന്നിധ്യം, മനുഷ്യന്മാരുടെ സാന്നിധ്യം, അതേപോലെ ജീവജാലങ്ങളുടെ സാന്നിധ്യം നമ്മൾ കുറച്ച് മുന്നേ കണ്ടു. 4 ലക്ഷം പശുക്കളെ ദാനം ചെയ്തു. അതേപോലെ പഞ്ചകർമ്മങ്ങൾ അതൊക്കെ ചെയ്തു നന്നായിട്ട്. അപ്പോൾ ഓരോന്നും ഇപ്പോൾ സസ്യജാലങ്ങൾക്കായാലും ശരി, നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ വാതിലുറപ്പാട് എന്നൊരു ചടങ്ങുണ്ട്. അത് ആ ചോറുവണ്ണം മുന്നേ ആയിട്ട് നടത്തുന്നതാണ്. പുറമേ പോയിട്ട് സൂര്യനെ കണ്ട് അതേപോലെ ഈ കൽപ്പവൃക്ഷത്തിനെ പ്രദക്ഷിണം വെച്ച് സ്വസ്തി സൂക്തം ചൊല്ലി. അപ്പോൾ ഇതിലൊക്കെ അതിൻ്റേതായുള്ള ശാസ്ത്രീയ വശങ്ങളുണ്ട്. പ്രകൃതിയുമായിട്ട് നമ്മെ ബന്ധപ്പെടുത്തുക. അതിൽ പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് ഈ വിവാഹകർമ്മം നടത്തുമ്പോൾ ഈശ്വര അനുഗ്രഹത്തോട് കൂടിയിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ആയാലാണ് അതിൻ്റെ ഇത് പൂർത്തിയാവുള്ളൂ. പഞ്ചഭൂതങ്ങൾക്ക് സാക്ഷിയാണ്. പഞ്ചഭൂതങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഉദകപൂർവം കന്യകയെ ദാനം ചെയ്യണു. സാത്വികത വളരാൻ വേണ്ടിയിട്ട് മലരഹോമം ചെയ്യണു. ദേവകൾക്കുള്ള ആഹാരമായിട്ട് ആജ്യത്തെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ മുഴുവൻ അമൃതമായിട്ട് തീരാൻ ദേവന്മാരുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ആജ്യഹോമാദികളെ ചെയ്യണു. അങ്ങനെ ഓരോന്നും ചമതയായാലും ശരി, ഈ നൈവേദ്യങ്ങളുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ പ്രത്യേകമായിട്ടുള്ള നൈവേദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പമായാലും അതിൽ മലരായാലും ഒക്കെ പ്രത്യേകമാണ്. അതൊക്കെ ഈ സാത്വികത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ സമയത്ത് കൊടുക്കുന്നതായിട്ടുള്ള ദാനാദികൾ പലതും കൊടുക്കാറുണ്ട് അവിടെ. ഇങ്ങനെ വിവാഹം
സീതാരാമചന്ദ്രന്മാരുടെ വിവാഹം വളരെ ഭംഗിയായിട്ട് അവിടെ നടന്നു എന്ന് പറയാം. അത് ആ വിവാഹത്തിൽ പങ്കെടുത്ത നമുക്കും ഇതേപോലെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് എല്ലാ ഭക്തന്മാരോടും ആവശ്യപ്പെടുന്നത് ഇതാണ്: സ്വജാതിയിൽപ്പെട്ട സ്വകുലത്തിൽപ്പെട്ടതായിട്ടുള്ള അനുരൂപനായിട്ടുള്ള വധൂവരന്മാരെ പരസ്പരം ബന്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ കാലുഷ്യം അല്ലെങ്കിൽ സ്പർദ്ധ ഇത് മുഴുവൻ മറന്നുകൊണ്ട് സമൂഹവും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം. എല്ലാവരും ഭക്തിഭാവത്തിൽ ജീവിക്കണം. പ്രകൃതിയും ഈശ്വരനും ഈ നമ്മളും ശരീരത്തോടു കൂടിയ നമ്മളും ഈ പ്രകൃതിയിൽപ്പെട്ടതായിട്ടുള്ള ഓരോ ജീവജാലങ്ങളും അതിൽ സത്വമുണ്ട്, അസത്വമുണ്ട്. ജീവനുള്ളതുണ്ട്, ജീവനില്ലാത്തതുണ്ട്, ചലിക്കുന്നതുണ്ട്, ചലിക്കാത്തതുണ്ട്. അപ്പോൾ സസ്യജാലങ്ങളായാലും തിര്യജാതികളായാലും മർത്യരാശിയിലായാലും ദേവന്മാരായാലും അവരെല്ലാവരും ഒരേപോലെ ഈ പഞ്ചഭൂതങ്ങളും അതിൻ്റെ വിഷയങ്ങളുമായിട്ട് നമ്മെ ബന്ധപ്പെടുത്തുന്നു. അതെല്ലാം ആ രീതിയിൽ തന്നെ കണ്ടിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ താത്വികമായിട്ടാണ്, അതാണ് സാഖ്യയോഗം. ഇങ്ങനെ ആണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഈ വേണ്ടാത്തതൊന്നും തോന്നില്ല. വേണ്ടത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഒരു ഭാവത്തിലാവണം ഈ വിവാഹം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഓരോ കർമ്മങ്ങളും. ഇപ്പോൾ പിറന്നാൾ ആഘോഷിക്കാറുണ്ട്. പിറന്നാൾ ദാനം തൊട്ടുള്ള കാര്യങ്ങൾ, പിറന്നാൾ ഹോമം, ദശദാനം, ഇങ്ങനെയൊക്കെ അതിഗംഭീരമായിട്ട് സ്വതേ ചെയ്യേണ്ടതാണ്. അങ്ങനെ പലതുമുണ്ട്. ഓരോന്നിനും ഈ ചടങ്ങ് വളരെ ഗംഭീരമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂഷണം ചെയ്യുന്ന രീതിയിൽ ആവുകയാണ്. അപ്പോൾ അങ്ങനെ ചൂഷണം ഇല്ലാത്ത രീതിയിൽ നമുക്കതിനെ ഈശ്വരാധീനപരമായിട്ട് ചെയ്യാം. അത് സാധിപ്പിക്കുമാറാവട്ടെ. എന്ന് വെച്ചാൽ ഒരു സംവിധാനത്തിനൊന്നൊരു പ്രയാസമില്ല. വേണ്ട രീതിയിൽ ചെയ്യാന്ന് വെച്ചൊക്കെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. എല്ലാവരും മനസ്സ് തുറക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സഹൃദയ ഭാവം വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതുണ്ടാകാൻ ഈ വാൽമീകി രാമായണ കഥാകഥനത്തെ ശ്രവിക്കുവാനും അത് കേട്ടത് ഷെയർ ചെയ്യുവാനും വിനീതമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. സീതാരാമചന്ദ്രന്മാരുടെ തൃക്കാൽക്കളെ സമർപ്പിക്കുന്നു. എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീ ഹനുമാൻ സ്വാമി കി ജയ്. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ശ്രീരാമ സമേതായ ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ.